നമ്മളൊരു അവർക്കിഷ്ടമുള്ള അല്ലെങ്കിൽ ഈ ജെൻസിക്ക് ഇഷ്ടമുള്ള അവരുടെ സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് നമ്മളെ അവര് അംഗീകരിക്കുന്നത്. അല്ല നമ്മൾ ഇത്രയും നാള് ഇവിടെ ഉണ്ടായിരുന്നുവെന്നും നമ്മളിങ്ങനെ കുറെ പടത്തിൽ അഭിനയിച്ചുവെന്നും അതിലൊന്നും ഒരു കാര്യമില്ല. അവരുടെ പടം, അവരുടെ സാധനം, അതെ. അതിൽ അത് എനിക്ക് തോന്നുന്നു ആട് 3യും വാഴയും ഇപ്പൊ ഞാന് കുറേ നാളുകൾ ചിലപ്പോൾ അഭിനയിക്കാതിരിക്കും. കാരണം പ്രൊഡക്ഷനുമായിട്ട് ബിസി ആയിരിക്കുമ്പോൾ നമ്മൾ അഭിനയിക്കാതിരിക്കും. പക്ഷേ ആട് പോലൊരു സിനിമ, ആട് 2 പോലൊരു സിനിമ ഏഷ്യാനെറ്റിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യപ്പെടും. പല വീടുകളിലും അത് റിപ്പീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ സജീവമായി നിൽക്കുന്നു ഫേസ് എന്നറിയുന്നത്. എപ്പോഴുണ്ട്. ഇപ്പം ഞാൻ തന്നെ എത്രയോ നാളായിട്ട് ഞാൻ അഭിനയിക്കുന്നത്. കാരണം പ്രൊഡക്ഷനായിട്ട് അത്ര തിരക്കാണ്. വൺ ആഫ്റ്റർ ദ അതർ പോയി. ഞാൻ ആകെ അഭിനയിച്ചിരിക്കുന്ന പടം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ വർഷം ആടും വാഴയുമാണ്. വാഴയും. ഇത് രണ്ടും ഹിറ്റാവുമ്പോൾ നമ്മൾ 10-15 പടത്തിൽ അഭിനയിക്കുന്നതിൻ്റെ എഫക്റ്റ് ഉണ്ട്. അതെ, അതെ. അപ്പൊ അത് ഭയങ്കര സാറ്റിസ്ഫാക്ടറി ആണ്. കാരണം ഒരുപാട് അങ്ങോട്ട് ജോലി എടുക്കേണ്ടിയും വന്നില്ല, എന്നാൽ അഭിനയിച്ച രണ്ടും വർക്കായി. അതെ. അങ്ങനെ അങ്ങ് അങ്ങനെ പോയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയില്ലേ. നമ്മളെ ഔട്ട് ഓഫ് സൈറ്റ് ഇസ് ഔട്ട് ഓഫ് മൈൻഡ് എന്ന് പറയുന്നതല്ലേ. അപ്പൊ നമ്മൾ കുറച്ച് ദിവസം അഭിനയിച്ചാൽ രണ്ടും വർക്കാവുമ്പോ കുറച്ച് ദിവസമേ പണിയെടുത്തുള്ളൂ. എന്താ സന്തോഷം കിട്ടി, സാറ്റിസ്ഫാക്ഷനും കിട്ടി.